ന്യൂ ഇയറോടനുബന്ധിച്ച് ഹാപ്പി ന്യൂ ഇയർ. നാളെ വിളിച്ചാൽ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഭയങ്കര ഷോ കേട്ടോ അപ്പൂപ്പായി. അതെ. അയ്യപ്പൂപ്പായി മനസ്സിലായ ആരാന്ന്? ക്രിസ്മസിന് ഇതുപോലെ ഞാൻ ഒരാളെ കൊണ്ട് വന്നിരുന്നു. രാഹുലേ, ഇവന്റെ കുടുംബ വീടാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവന്റെ ഭാര്യ കണ്ടിട്ട് വരണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ ഞാൻ അവിടെ തുണി അലക്കാൻ വേണ്ടി ഇട്ടതാണോ? നീ എന്തിന് ഇവിടെ വന്നു? വീട്ടിലെ പണി ആര് ചെയ്യും? പറ. അയ്യയ്യേ, കച്ചറ സംസാരം. മിണ്ടണ്ട ആരാണെന്ന് തിരിച്ചറിയും. മിണ്ടല്ലേ. രണ്ട് തീപ്പൊരിയൊക്കെ വിട്. ജസ്റ്റ് ഒന്ന് ഇരിക്കല്ലേ. തീപ്പൊരിയൊന്നുമില്ലേ? പറ, ഇതാരെന്ന് മനസ്സിലായി? അല്ല, ഒരു സ്റ്റെപ്പ് കളിച്ചു കാണിച്ചോട്. പറഞ്ഞുകൂടി ഒരു സ്റ്റെപ്പ് കാണിച്ചോട്, അപ്പോഴേ അറിയാൻ പറ്റും. ഇത് എനിക്ക് മനസ്സിലായി. ഉണ്ണിക്കണ്ണൻ മംഗൾഡാം അല്ല, ഇതായത് മലയാള സിനിമയിൽ വളർന്നു വരുന്ന ഒരു താരമാണ്. അഖിൽ കവലയൂരാണെന്ന് പറഞ്ഞു വിടറാ പട്ടി. മനസ്സിലായ? ഇല്ല, ആരും പറ. അഖിൽ കവലയൂർ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ വൺ ആൻഡ് ഓൺലി അഖിൽ കവലയൂർ. കയ്യടിയുടെ ആരെങ്കിലും കയ്യടി. അഖിൽ കവലയൂർ കയ്യടി. താങ്ക് യു. ഈ ധന്യമായ വേദിയിൽ ഈ 2026 ഈ പരിപാടി ഒന്ന് കയറ്റി വെക്കാൻ വേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ച അമൃത ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും, വിശിഷ്യ ഞാൻ വെറുതെ നിറഞ്ഞ് മറ്റൊരു ചാനലിലേക്ക് പോയ എന്റെ പ്രിയ സുഹൃത്ത് എല്ലാവിധ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ഇനി മുതൽ ഈ 2026 ഈ പരിപാടി കയറ്റി വെക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. ആഹ്ലാദിപ്പിൻ. എനിക്കൊരു ഒറ്റ അപേക്ഷ അണ്ണനോടുള്ളൂ. അണ്ണനിപ്പോ ഇത്രയും കയറ്റി വെച്ചില്ലേ പരിപാടി? ഒന്ന് കയറ്റി വെച്ച് ഇതിൽ കൂടുതൽ ഇനി പരിപാടി കയറ്റാൻ ശ്രമിക്കല്ലേ. എനിക്ക് വേറെ ചാനലിൽ പോകാൻ വയ്യ. അതുകൊണ്ടാണ്. പ്ലീസ് ഒരു സെക്കൻഡ്. മേക്കപ്പ് ഒന്ന് ടച്ച് ചെയ്യൂ. ടച്ച് ചെയ്യാൻ? അല്ല, നിങ്ങൾ ടച്ച് ചെയ്യാൻ വിളിച്ചോളൊന്നല്ല. പിന്നെ മനസ്സിലായി എന്തിനാണ് കൊണ്ടുവന്നതെന്ന്? നിങ്ങൾ പറഞ്ഞില്ലേ ന്യൂ ഇയറിന്റെ അന്ന് പപ്പാനിയെ കത്തിക്കണമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കൊണ്ടുവന്നല്ലേ? ഇപ്പോഴാണ് ചേച്ചി കറക്റ്റ് ആയത്. അതല്ലേ സംഭവം അറിയാമോ? ഈ ന്യൂ ഇയറിന് വർക്കലക്കാർ വരെ കാത്തിരിക്കുന്ന പുള്ളി അവിടെ ഇട്ട് കത്തിക്കായി. അവിടെ കിട്ടാത്തോണ്ട് ഇവിടെ കിട്ടി. ഇവിടേക്കിലോട്ട് കത്തിക്കാല്ലോ. സന്തോഷിക്കണം അമ്മ, സന്തോഷം. വാട്ട് യു മീൻ? കത്തിക്കാൻ? അല്ല, പപ്പാനെ കത്തിക്കണമെന്ന് പറഞ്ഞാണ് അവരെന്നെ വിളിച്ചു വരുത്തിയത്. എടാ, പരിപാടി കത്തിച്ച് കയറ്റണം പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. എന്നെ കത്തിക്കാനോ? പരിപാടി കത്തിച്ചാട്ടാ നിങ്ങളെ കിട്ടിയോളെ. വേറെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ കേരളത്തിൽ. ഇയാളെ കൊണ്ടുവരോ പരിപാടി കത്തിച്ച് കയറ്റാൻ? ഇതങ്ങോട്ട് പോയി. എന്നെ കത്തിക്കാനാ? അല്ല, തീ വരുമ്പോ പേടിക്കണം. എന്റെ ഫാൻസ് അളവാനിയാ. നിങ്ങളുടെ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു 10 പേര് സ്റ്റുഡിയോയുടെ പുറത്തേക്കാണ്. ഇവിടുന്ന് കത്തിച്ച് അഥവാ രക്ഷപ്പെട്ട പുറത്തിട്ട് കത്തിക്കാം. 4 സിനിമയാണ് ഈ 2026 ഇറങ്ങാനുള്ള. ആണാ? എന്റെ ഫാൻസ് അറിഞ്ഞോണ്ടല്ല. അപ്പൊ ഇതാണ് നല്ല സമയം. ആ സിനിമ ഇറങ്ങി എന്തായാലും ആൾക്കാർ കത്തിക്കും. അതിന് ഇപ്പൊ കത്തിച്ച അവിടെയാണ് നല്ലത്. ഇത് കൊളുത്തോട്ട് കത്തിക്കട്ടോ. നിനക്കൊരു പപ്പാഞ്ഞം കത്തിച്ചാ പോരെ? പപ്പാഞ്ഞ കത്തി ക്രിസ്മസ് വേണ്ട ചേച്ചി. ക്രിസ്മസിന് പപ്പാഞ്ഞ പപ്പാഞ്ഞി തരാം. എന്നെക്കാട്ടി നല്ലൊരു പപ്പാഞ്ഞി. ഈ സമൂഹത്തിന് തന്നെ ആ ഒരു കത്തൽ കൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാവും. ഒരു പപ്പാഞ്ഞി ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഏറ്റവും നമുക്ക് പിന്നെ ഈസി കേസല്ലേ. ഇതൊന്നും തൈ കൊടുക്കുന്നുണ്ടോ? ഇത് ഇങ്ങനെ നോക്കട്ടെ. കയ്യടി നമുക്ക് നന്നായിട്ട് ചേർത്ത് താറപ്പാട്ട കത്തി കയറുന്ന ഒന്ന് പിടിച്ചത്. അല്ല, ഇതൊക്കെ ഞാൻ വലിച്ചു വരുന്ന ആദ്യമായിട്ടാണ് ഞാൻ ലുങ്കി എടുത്തൊരു പപ്പാനിയെ കാണുന്നത്. അത് നാടൻ അടിയിൽ എനിക്ക് കേരളീയ തനിമയുള്ള പപ്പാഞ്ഞിയാണ്. സമ്മാന പൊതികളാണ്. തോളി പിടിച്ചോ. പിടിച്ചോ. തീപ്പെട്ടി കത്തിയുടെ ഡാൻസ് അല്ല നമുക്ക് പിന്നെ ഒരു ഗസ്റ്റിനെ വിളിച്ച് പിന്നെ അപമാനിക്കാന്ന് പറഞ്ഞു അല്ലേ ചേച്ചി? അല്ലേ? ചേച്ചിയുടെ അടുത്തൊരു കസേരട് അങ്ങോട്ട് പോയിരിക്കും. ഹലോ കസേരയൊക്കെ എവിടെയാണ് എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കും. അഖിലേട്ടൻ ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ വന്ന സ്ഥിതിക്ക് ഇതൊന്ന് മാറ്റിക്കേ. നിങ്ങളുടെ സൈഡിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ്. അത് മാറ്റിയിട്ടോ. ചിലപ്പം ആർക്കെങ്കിലും അഖിലേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് പൊളിക്കാൻ പോയി. ആൾക്കാർ പറയണം അഖിലും ചേർന്നാൽ മാസട, അല്ലാതെ മാട്ടേടാന്ന് പറയിപ്പിക്കല്ലേ. ഇല്ലില്ല, ഞാൻ മറ്റേ മാസം ഇടിക്കാണ് വന്നത്. അണ്ണനും തമ്പിയും ഇടിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മളിത് ആഘോഷം തുടങ്ങാൻ പോവുകയാണ്. അറിയാലോ, ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് 2026. രണ്ട് എക്സൈറ്റ്മെന്റ്. എന്താ രണ്ട്? പിന്നെ ഞാൻ വന്നേന്റെ ദൈവമേ, ഡബിൾ ധമാക്ക. ഒപ്പം നമ്മുടെ ഈ ഷോ തുടക്കത്തിൽ ഗംഭീരമാക്കി ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത മെലോമാനിയാക് മ്യൂസിക് വിന്നിനെ കൂടെ സ്വാഗതം ചെയ്യുക കോമഡി മാസ്റ്റേഴ്സിലേക്ക്.
സൂപ്പർ 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 Comedy Masters.